ആയി മലബാർ മേഖലയിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. നമുക്കറിയാം, ഈ ഒരു വിഷയത്തിൽ എല്ലാ കർഷക സംഘടനകളും കർഷകരും തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട് നാളുകളാണ്. എന്നാൽ അത് ബധിരകർണങ്ങളിലാണ് പതിക്കുന്നത് എന്നും കർഷകർ വീണ്ടും വീണ്ടും കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത് എന്നുള്ളത് ദുഃഖകരമാണ്. ഏറ്റവും ഒടുവില് വനപാലകരിൽ ഒരാൾ തന്നെ ഇപ്രകാരം കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തെ രക്ഷിക്കുവാൻ വേണ്ടത്ര സാധ്യതകൾ വയനാട്ടിൽ ഇല്ലാതെ പോയത് ആ ഒരു മരണം ക്ഷണിച്ചു വരുത്തിയതിന് സമാനമാണ് എന്ന് നമുക്കറിയാം. എത്രയോ നിരുത്തരവാദപരമായിട്ടാണ് ഒരു മനുഷ്യജീവൻ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. കിടത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു രോഗിയെ ഇരുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തുക, എയർ ആംബുലൻസ് വിളിച്ചു വരുത്തുക, അത് എറണാകുളത്ത് പോയി സീറ്റ് നന്നാക്കി വരണമെന്ന് പറയുക, അതിനിടയിൽ റോഡ് മാർഗം കൊണ്ടുപോവുക, റോഡ് മാർഗം ആശുപത്രിയിൽ എത്തിച്ച ഉടനെ തന്നെ രോഗി ചികിത്സ കിട്ടാതെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുക, ഇതൊക്കെയും ഈ സാധാരണ മനുഷ്യന്റെ ജീവന് സർക്കാർ കൊടുക്കുന്ന വിലയുടെ സൂചന മാത്രമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 761 പേര് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി 2016 മുതലുള്ള ഒരു സ്ഥിതിവിവര കണക്ക് കർഷക സംഘടനകൾ ശേഖരിച്ചിട്ടുണ്ട്. 761 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ 761 പേരില് 152 പേര് ആനയുടെ ചവിട്ടേറ്റാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ കാട്ടുപന്നിയുടെ ആക്രമണത്തില് 36 മനുഷ്യജീവൻ പൊലിഞ്ഞപ്പോൾ 7 പേരെ കടുവയാണ് നിഷ്ഠൂരമായി പിച്ചി ചീന്തി. അതായത് മനുഷ്യജീവന് ഈ സംസ്ഥാനത്തുള്ള വില എന്തുമാത്രമുണ്ട് എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. അവിടെയും ഇവിടെയും നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് അതിഭയാനകമായ മനുഷ്യഹത്യകൾ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യം തന്നെയുമല്ല. ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ എല്ലാവിധ പരിശ്രമങ്ങൾ നടത്തിയിട്ടും അതിന് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് കർഷകരെ ദുഃഖിതരും നിരാശരുമാക്കുക മാത്രമല്ല, വളരെ വലിയ പ്രതിഷേധ സമരങ്ങളിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കിയിരിക്കേണ്ട സത്യമാണ് എന്ന് പറയും. ഈ ഒരു വിഷയം നമ്മൾ ഗൗരവമായിട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം, ഇത് മനുഷ്യ മൃഗ സംഘർഷം, ആനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് എന്നാണ് ഇതിനൊരു ഓമന പേരിട്ട് വിളിക്കുന്നത്. ഇതെങ്ങനെയാണ് ആനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ആകുന്നത്? ആനിമൽ മാത്രമേ ഇവിടെ സംഘർഷത്തിന് വരുന്നുള്ളൂ. മനുഷ്യൻ അവന്റെ കൃഷിഭൂമിയില്, അവന്റെ പുരയിടത്തില്, അവന്റെ വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മൃഗങ്ങൾ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടത് എന്ന് നമുക്കറിയാം. അതായത് ഇത് ആനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് എന്ന് ഓമന പേരിട്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കരുത്. മറിച്ച് വനാതിർത്തിയിൽ നിന്നും 10, 40, 50, 60 കിലോമീറ്ററുകൾ അകലെയാണ് മനുഷ്യർ ഇപ്രകാരം കൊല ചെയ്യപ്പെടുന്നത് എന്ന് പറയുമ്പോൾ വനാതിർത്തിയിലെ കേവല സംഘർഷമായി ഈ ഒരു വിഷയത്തെ നിസ്സാരവൽക്കരിക്കരുത്. 1972 അന്നത്തെ സാഹചര്യത്തിൽ നിർമ്മിച്ച വന നിയമങ്ങൾ, വന്യജീവി സംരക്ഷണ നിയമങ്ങൾ ഈ കാലഘട്ടത്തിന് ഒട്ടും അനുയോജ്യമല്ല എന്ന് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സത്വര ശ്രദ്ധ പതിയേണ്ട ഒരു മേഖല വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ്. ആ ഭേദഗതിയില് മൃഗങ്ങളുടെ പക്ഷത്ത് നിന്ന് മാത്രമല്ല, മനുഷ്യപക്ഷത്ത് നിന്ന് മനുഷ്യന്റെ ജീവന് സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാകണം.
ഇപ്പോൾ കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ ഗൗരവം കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യവും ഞങ്ങൾ സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ്. വനം വകുപ്പ് പലപ്പോഴും ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ കർഷക വിരുദ്ധമായ സമീപനം തുടർന്നും സ്വീകരിക്കുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. കടുവ വേലിയിൽ കുടുങ്ങി സമ്മർദ്ദം മൂലം ജീവൻ പൊലിയുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വേലി കെട്ടിയ സ്വന്തം കൃഷിഭൂമിക്ക് വേലി കെട്ടിയ കർഷകരെ കുറ്റവാളികളായി ചിത്രീകരിച്ചുകൊണ്ടാണ് വനം വകുപ്പ് നിയമ നടപടികളിലേക്ക് നീങ്ങുന്നത് എന്നുള്ളത് ദുഃഖകരമാണ്. അപ്രകാരമുള്ള വേലി നിർമ്മിച്ച് സ്വയം പ്രതിരോധിക്കാൻ പോലും കർഷകന് അവകാശമില്ലാത്ത ഒരു സാഹചര്യം ഈ നാട്ടിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും നീതീകരിക്കാനാവാത്ത നിലപാടാണ്. വനം വകുപ്പിന്റെ കർഷക വിരുദ്ധ സമീപനങ്ങളെ കുറിച്ച് ഞങ്ങൾ പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും വേണ്ടത്ര നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് വയനാട്ടിലെയും പ്രത്യേകിച്ച് വയനാട്ടിൽ ജീവിക്കുന്ന കർഷകരുടെ വിഷയമാണെങ്കിലും ഇത് ഈ വനാതിർത്തിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാ കർഷകരുടെയും ഒരു പ്രതിസന്ധിയാണ്. അങ്ങ് ഇടുക്കി മുതൽ മലബാറിന്റെ കാസർഗോഡ് വരെയുള്ള സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന, മലയോര കർഷകരെ ബാധിക്കുന്ന ഈ പ്രതിസന്ധിയിൽ സർക്കാർ സത്വരമായി ആത്യന്തികമായി വന നിയമങ്ങൾ, വന്യജീവി സംരക്ഷണ നിയമങ്ങളൊക്കെയും ഭേദഗതി ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് എന്ന് നമുക്കറിയാം. കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള വിഷയം. അതുകൊണ്ട് ഈ കർഷക മരണങ്ങൾക്ക് പിന്നിൽ നിരന്തരമായ, പ്രത്യേകിച്ച് കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കുള്ളിൽ 800ഓളം ജീവനുകൾ പൊലിഞ്ഞതിന് ഈ രണ്ട് സർക്കാരുകളും ഒരുപോലെ ഉത്തരം പറയുന്നു. കർഷകരുടെ കഷ്ടതകൾക്ക് പരിഹാരം കാണും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിചാരം. അങ്ങനെ കാണാൻ അവർക്ക് കഴിയണമല്ലോ. അതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. കുറെയൊക്കെ സർക്കാർ ഈ വിഷയത്തിൽ അനുഭാവപൂർവമായ നിലപാടെടുത്തു എന്നുള്ളത് ഞങ്ങളുടെ പ്രതീക്ഷയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ആറളം ഫാമിൽ 12ഓളം ആദിവാസികളുടെ ജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിൽ ഇവിടുത്തെ മനുഷ്യർ സമര രംഗത്തേക്ക് വന്നിരുന്നു. അതിനുത്തരമെന്നോണം 22 കിലോമീറ്റർ ആനമതില് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു. അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പോസിറ്റീവായ ഒരു കാര്യമായിട്ട് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുകയും സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നതാണ് ആ നാളുകളിൽ. സമാനമായി ഈ ഇത്രയും മനുഷ്യജീവൻ പൊലിഞ്ഞാലേ സർക്കാർ ഇടപെടുകയുള്ളൂ എന്നുള്ള ആ നിലപാടാണ് തിരുത്തേണ്ടത് എന്ന് ഞങ്ങൾ വിചാരിക്കും. വനം മന്ത്രിയുടെ നിലപാടിനെ വ്യക്തിപരമായി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. മന്ത്രി എന്നൊരാളുടെ വ്യക്തിപരമായ വിഷയവുമായിട്ടല്ല ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. വനം വകുപ്പും അതിന് ബന്ധപ്പെട്ട നിയമങ്ങളും കർഷക വിരുദ്ധമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങളോടാണ് ഞങ്ങൾ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങള്, തിരഞ്ഞെടുപ്പിൽ അപ്രകാരമുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തും. കർഷക പക്ഷത്ത് നിന്ന് സംസാരിക്കുക മാത്രമല്ല, കർഷകനോട് അനുഭാവം പുലർത്തുന്ന രീതിയിൽ പ്രതികരിക്കുന്നവരോട് മാത്രമേ കർഷകരുടെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പിൽ അനുഭാവപൂർവമായ സമീപനം ഉണ്ടാവുകയുള്ളൂ.